3000 രൂപയായിരുന്നു എൻ്റെ ഒരു ദിവസത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഈ 3000 രൂപയിൽ താഴെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ ടീമിലുള്ള ആരെങ്കിലും, എൻ്റെ ടീമിലല്ല എൻ്റെ ഓപ്പോസിറ്റ് ടീമിലുള്ള ആരെങ്കിലും 3000 രൂപയ്ക്ക് മേളിൽ ചെയ്തിട്ട് വന്നാൽ, ഈ 3000 രൂപയ്ക്ക് താഴെ ഞാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അവർ എനിക്ക് പനിഷ്മെൻറ്റ് തരും. പിന്നെ എന്നേക്കാളും കുറവ് അവരാ ചെയ്തെങ്കിൽ എനിക്ക് അവർക്ക് പനിഷ്മെൻറ്റ് കൊടുക്കാം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. കോമ്പറ്റീഷനും ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഇടയിൽ. അതൊന്നും ഇനി ഓർക്കാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല. മോൾ എത്രയിലാ ചേച്ചി? മോൾ LKG-യിലാടാ. എല്ലാം ചെയ്യും, ഇമ്പാക്റ്റും ചെയ്യും, എല്ലാ സംഭവങ്ങളും ചെയ്യും. സൂപ്പറാണ്. നമ്മൾ മാനേജറിൻ്റെ മുമ്പിൽ നമ്മൾ പിച്ച് ചെയ്ത് കാണിക്കണം. പ്രോഡക്റ്റ് പിച്ച് ചെയ്ത് ഒരാളെ കൊണ്ട് എങ്ങനെയാണ് വാങ്ങിപ്പിക്കുക എന്നുള്ളത് നമ്മൾ പിച്ച് ചെയ്ത് കാണിച്ച്, രാവിലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അഭിനവേ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനുണ്ടായിരുന്നു അതിൽ. ആഹാ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സൂപ്പർ ആയിരുന്നോ? ഇപ്പം എവിടെയാണ്? ഇപ്പോൾ എന്താ വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ ഹൗസ് വൈഫായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. പ്രശ്നവും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ മുമ്പോട്ട് പോകുന്നു. പിന്നെ എന്തെങ്കിലും ഒരു ടൈം പാസ് വേണമല്ലോ. പിന്നെ അങ്ങനെയാണ് യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയത്. ഞാൻ ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 വർഷത്തോളമായി. മര്യാദയ്ക്ക് വീഡിയോസ് ഇട്ട് തുടങ്ങുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഞാൻ മര്യാദയ്ക്ക് വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ്. പിന്നെ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ടാണ് ചാനൽ തുടങ്ങി. 2 വർഷം കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടാൻ തുടങ്ങി. വീഡിയോ ഇടാൻ തുടങ്ങി കഴിഞ്ഞിട്ട് അവൾക്കൊരു 2 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വീഡിയോ ഇടൽ നിർത്തി. അത് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പം ഈ 3-4 മാസത്തിൽ കൊണ്ടാണ് വീണ്ടും ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. ഇതുപോലെ ലൈവും ചെയ്യാൻ തുടങ്ങിയത്, വീഡിയോസും ഇടാൻ തുടങ്ങിയത്, വീണ്ടും ഷോർട്സ് ഇടാൻ തുടങ്ങിയത്. എല്ലാം ഈ 4 മാസമേ ആയിട്ടുള്ളൂ. മൈനക്കുട്ടി ഹാപ്പി മാരീഡ് ലൈഫ്. മൈനക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞോ അതോ കല്യാണം കഴിക്കാൻ പോവുകയാണോ? ഹെയർ സ്റ്റൈൽ സൂപ്പർ, താങ്ക് യു. എല്ലാവരും ലൈക്ക് അടിക്കേട്ടാ. ഈ കിരീടം വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ എൻ്റെ ടോപ്പ് ഫാൻസിനാണ് ഈ കിരീടം വരുന്നതെന്നാണ് എനിക്ക് ഇവിടെ ഒരു സിഗ്നൽ കാണിക്കുന്നുണ്ട്. ടോപ്പ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ കിരീടം വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ മലബാർ സ്വർണവും വജ്രവുമാണ്, കാരണം ഇത് സൗന്ദര്യം വിളകുന്ന ക്വാളിറ്റിയുമായി കലക്കുന്ന സ്ഥലമാണ്. മനസ്സിലായില്ല. നിതിൻ ശ്രീ ഹായ്. സാം ബോബി ഹായ്. ഫുഡൊക്കെ കഴിച്ചോ? മിസ്റ്റർ റാംബോ ഹായ്. എനിക്ക് ചെങ്കോല് മതി. ചെങ്കോല് തൽക്കാലം ഇല്ല, കിരീടം മാത്രമേ ഉള്ളൂ ഇവിടെ. രംഗ അണ്ണൻ, അവൾക്ക് ഇനിയും കഴിക്കണം എന്നാ പറയുന്നത്. അത് കൊള്ളാം, ഒരു പ്രാവശ്യം കഴിച്ചത് പോരെ. അത് ഞാൻ ആണ് ടോപ്പ് ഫാൻസ്. നിങ്ങൾ ഒരുപാട് പേരുണ്ട്. ചേച്ചി എൻ്റെ ഏജ് ഉള്ള അത്രയും കാണിക്കുന്നില്ലല്ലോ എന്ന്. തെലുങ്കൊക്കെ പേരൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വായിക്കാൻ അറിയത്തില്ല. ഇത് തെലുങ്കാണോ കന്നഡയാണോ എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ആരോ ഹായ് പറഞ്ഞിട്ടുണ്ട്, സോറി കേട്ടോ. അതേ, എനിക്കും കിട്ടി കിരീടം. ഒന്ന് ചിരിച്ചേ. എനിക്ക് കിട്ടിയില്ല. കിട്ടും. നീ സ്ഥിരമായിട്ട് ലൈവിൽ വരുമ്പോഴത്തേനും കിട്ടും. എനിക്കറിയത്തില്ല എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടോപ്പ് ഫാൻസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മിസ്റ്റർ ജയ് ബോയ് ഹായ്. ശ്രീദേവി ഹായ് ഡാ. പിന്നെ എം കുഞ്ഞു, ഒന്ന് കരഞ്ഞു. ഇപ്പം കരയാൻ പറ്റത്തില്ല, പല്ലിൽ കമ്പിയൊക്കെ ഉണ്ടല്ലോ. കമ്പിയുണ്ട്. ചേച്ചി ഇതിൻ്റെ സെറ്റിങ്സിൽ കയറി സൂപ്പർ ചാറ്റ് ഓൺ ആക്ക്.